നമസ്തേ. ചരിത്രത്തിലാദ്യമായി കേരള കലാമണ്ഡലം ക്യാമ്പസിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയിരിക്കുന്നു. അവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൂടുതലോ കുറവോ എന്നല്ല, ഒട്ടും തന്നെ ഉപയോഗിക്കാത്ത ഒരിടമായിരുന്നു. കാരണം 1930 വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് സ്ഥാപിതമായ കലാമണ്ഡലം ആദ്യകാലം മുതൽ തന്നെ സസ്യാഹാരത്തിന് ഊന്നൽ നൽകിയ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പിന്തുടരുന്നത്. എന്നാൽ പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്തുകയും മറ്റ് രീതികൾ ഉൾക്കൊണ്ട് വൈവിധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തതോടെ മെനുവിന്റെ ഭാഗമായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അവതരിപ്പിക്കണം എന്ന് ഇപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി ക്യാന്റീനിൽ വിളമ്പിയതോടെ അത് ഭൂതകാലത്ത് നിന്നുള്ള ഒരു ഇടവേള അടയാളപ്പെടുത്തുകയായിരുന്നു. എന്നിരുന്നാലും ഓയിൽ തെറാപ്പിക്ക് വിധേയമാകുമ്പോൾ സസ്യേതര ഭക്ഷണം കഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് സൂചിപ്പിച്ച ഒരു കൂട്ടം ഫാക്കൽറ്റി അംഗങ്ങൾ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഒരു അലിഖിത ചട്ടം പോലെ ക്യാമ്പസിൽ സസ്യേതര ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഭക്ഷണത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് ഉഴിച്ചിൽ, പിഴിച്ചിൽ തുടങ്ങിയ ഓയിൽ തെറാപ്പിക്ക് വിധേയരാകുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഒരു ഫാക്കൽറ്റി അംഗം പറഞ്ഞു. ശരീരവഴക്കവും അവരുടെ ആരോഗ്യവും നിലനിർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനാണ് ചികിത്സകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ദിവസവും അവയ്ക്ക് വിധേയരാകുകയും വേണം. ഈ സമയത്ത് ഭക്ഷണക്രമം ലഘുഭക്ഷണത്തിനും അതുപോലെ തന്നെ ഒരു അധിക ദ്രാവകത്തിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കണം. പക്ഷേ അവർ ക്യാമ്പസിലായിരിക്കുമ്പോൾ അല്ല അത് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൃദംഗം വിദ്യാർത്ഥിയും സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനുമായ അനൂഷ് മഹേന്ദ്രൻ പറയുന്നതിനനുസരിച്ച് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വിദ്യാർത്ഥികളുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ്. എന്നാൽ വിവിധ കാരണങ്ങളാൽ അത് ഭരണകൂടം അപേക്ഷ തള്ളിവെക്കുകയായിരുന്നു എന്നാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ അനുവദിക്കുന്ന സമയമാണ് ഇതെന്നും ചിക്കൻ ബിരിയാണി വിളമ്പിയത് ഒരു തുടക്കം മാത്രമാണ് എന്നും ഇനി മെനുവിന്റെ കൂടുതൽ വിപുലീകരണം പ്രതീക്ഷിക്കാമെന്നുമാണ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായ അനൂഷ് മഹേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വിയോജിപ്പുള്ള ശബ്ദങ്ങളും നിലവിലുണ്ട്. എണ്ണ ചികിത്സയ്ക്കിടെ സസ്യേതര ഭക്ഷണം കഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് സൂചിപ്പിച്ച് ഒരു കൂട്ടം ഫാക്കൽറ്റി അംഗങ്ങൾ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യം തികച്ചും ന്യായമാണ് എന്നാണ് കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ പറയുന്നത്. എന്നിരുന്നാലും നിലവിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൈകാര്യം ചെയ്യാൻ ക്യാന്റീനിൽ സജ്ജീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയാണ് വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഓർഡർ ചെയ്തത്. അതിനാൽ അവരുടെ ആവശ്യം പരിഗണിച്ച് ബുധനാഴ്ച അവർക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഹരിക്കേണ്ടതിനാൽ ഇത് തുടരണോ എന്ന കാര്യത്തിൽ ഇതുവരെ തങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം നിലവിൽ കലാമണ്ഡലത്തിൽ 550 മുതൽ 600 വരെ ഉള്ള വിദ്യാർത്ഥികളാണ് ഉള്ളത്. കലയെ പൊതുവിദ്യാഭ്യാസവുമായി സന്തുലിതമാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതിയിൽ വലിയൊരു നവീകരണമാണ് ഈ സ്ഥാപനം ആസൂത്രണം ചെയ്യുന്നത്. വൈവിധ്യമാർന്ന പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വിദ്യാഭ്യാസം തേടുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിനായുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം തെറ്റല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികൾക്ക് നിലവിൽ പ്രഭാത ഭക്ഷണത്തിന് നെയ്യ്, ചെറുപയർ എന്നിവയോട് കൂടിയ കഞ്ഞിയാണ് നൽകുന്നത്. തുടർന്ന് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും ഇതേ രീതിയിൽ തന്നെയാണ് ഭക്ഷണ ക്രമീകരണം. മൺസൂൺ കാലത്ത് വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും ഓയിൽ തെറാപ്പിക്ക് വിധേയരാകുന്നുണ്ട്. കൂടാതെ തിരഞ്ഞെടുത്ത ദിവസങ്ങളിൽ ഭക്ഷണത്തോടൊപ്പം മുട്ടയും അവർക്ക് നൽകുന്നുണ്ട്. അതേസമയം തന്നെ ക്യാമ്പസിൽ മാംസാഹാരം നിരോധിക്കുന്നതിന് രേഖാമൂലമുള്ള ഒരു നിയമമില്ല എന്ന് അക്കാദമിക് കോർഡിനേറ്ററായ കലാമണ്ഡലം അച്യുതാനന്ദൻ പറയുന്നു. ഇനി എന്തെല്ലാം ഇവിടെ സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.